ശിലാഫലകത്തിൽ മുഹമ്മദ് റിയാസിൻ്റെ പേരുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെ പേര് മാറ്റത്തില്ല. അതിനകത്തുള്ള പേരുകൾ നോക്ക് സനീഷേ. ഇതിനകത്ത് ഗവർണർ ആർലേക്കറുടെ പേരുണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേരുണ്ട്, നിതിൻ ഗഡ്കരിയുടെ പേരുണ്ട്, മുഹമ്മദ് റിയാസിൻ്റെ പേരുണ്ട്, ജോർജ് കുര്യൻ്റെ പേരുണ്ട്, രാജ്മോഹൻ ഉണ്ണിത്താൻ MP യുടെ പേരുണ്ട്. ഇതിൽ എന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കി? രാജ്മോഹൻ ഉണ്ണിത്താനും വിളി കിട്ടിയിട്ടില്ല. മാത്രമല്ല ഷാഫി പറമ്പിൽ അടക്കമുള്ള MP മാരെ വിളിക്കേണ്ടതാണ്, അവരെയും വിളിച്ചിട്ടില്ല. ഇതൊക്കെ കടന്നു പോകുന്ന പ്രദേശത്തുള്ള MP മാരെയെങ്കിലും മിനിമം വിളിക്കണമല്ലോ, അവരെ ആരെയും വിളിച്ചിട്ടില്ല. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് അതിലെ ഉദ്യോഗസ്ഥർക്ക് വകതിരിവുണ്ട്. ആ വകതിരിവ് BJP നേതാക്കൾക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അട്ടിമറി ഉണ്ടായിട്ടുള്ളത്, ഇങ്ങനെ മാറ്റി നിർത്തപ്പെട്ടത്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല പ്രതികരണം എന്തായിരുന്നു? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അമ്മായിയപ്പനോട് പോയി ചോദിക്ക്, മരുമകനെയും കുടുംബക്കാരെയും വിളിക്കണമെന്ന് എന്തെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയാണ് ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചും അദ്ദേഹം പെൻഡിയം പ്രോസസ്സർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട മനുഷ്യനാണ് എന്നൊക്കെ അദ്ദേഹം തന്നെ പലയിടത്തും തള്ളാറുണ്ട്. പലരും അതൊക്കെ അങ്ങനെയല്ല എന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും അങ്ങനെയൊക്കെ വലിയ ഉന്നതമായ ഒരു തലത്തിൽ നിൽക്കുന്നയാളെന്ന് സ്വയം അവതരിപ്പിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുകയും അതിനില്ലാത്ത PR ഏജൻസിയെ മുഴുവൻ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്ന ഒരു നേതാവ് വന്നിട്ട് പറയുകയാണ് മരുമകനെയും കുടുംബക്കാരെയും മുഴുവൻ വിളിക്കേണ്ട കാര്യമുണ്ടോ, മുഖ്യമന്ത്രിയെ വിളിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇദ്ദേഹം ഈ 1994 ഈ BPL മരുമകനായി ജോലി ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് റിയാസ് SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ്. ആ സമയത്ത് അദ്ദേഹം പണിയെടുക്കുന്നുണ്ട്. പിന്നെ ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് 2006. അപ്പോൾ ഈ മുഹമ്മദ് റിയാസിനേക്കാൾ രാഷ്ട്രീയത്തിൽ അത്രയും വൈകിയെത്തിയ ആളാണ് രാജീവ് ചന്ദ്രശേഖർ. മാത്രമല്ല അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്? സ്വതന്ത്ര MP ആയി കർണാടകത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നത് അദ്ദേഹം BJPയുടെയൊക്കെ കുറേ, അതായത് അവശിഷ്ട MP മാരുടെയൊക്കെ പല MLA മാരുടെയൊക്കെ വോട്ടെല്ലാം കൂടെ നേടി അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ മിടുക്ക് കൊണ്ട് അദ്ദേഹം MP ആകുകയാണ് ആദ്യഘട്ടത്തിൽ. രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അത് പല ആവർത്തി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. പക്ഷേ അതേ സ്വഭാവത്തിൽ, അപ്പോൾ ഇതൊരു ആസൂത്രിതമായ പരിപാടിയാണെന്നുള്ളത് അറിയാവുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വത്സല ശിഷ്യൻ ഇപ്പോൾ കേരളത്തിൽ സുരേഷാണ്, സുരേഷ്. നമുക്ക് പരിചയമുള്ള ആളൊക്കെയാണ്, സുഹൃത്തൊക്കെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പറഞ്ഞ ഭാഷ എന്ന് പറഞ്ഞത് അങ്ങേയറ്റം വഷളായ ഭാഷയാണ്, കേരളത്തിന് ചേരാത്ത ഭാഷയാണ്. അതാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഇത് വലിയ PR തന്ത്രമാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റി. ഇതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അടിസ്ഥാനപരമായി ഇതിന് പിന്നിലുണ്ടായിരുന്ന ഇടതുമുന്നണിയുടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ എഫേർട്ട് എന്താണെന്നുള്ളത് വീണ്ടും കേരളം ചർച്ച ചെയ്യുന്ന സ്ഥിതിയിലേക്ക് അവർ തന്നെ കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചു. അതാണ്